അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിന്ന് ഒരു വിളി. അതെ, നിങ്ങൾക്ക് സംസാരിച്ച് തീർന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് തരുമോ കുറച്ചു നേരം സംസാരിക്കാൻ പറഞ്ഞ് ഫോൺ എടുത്തതും പിന്നെ ആളായി ബഹളായി. ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഓർണമെൻറ്റ്സ് എങ്ങനെയുണ്ട്, പെണ്ണിനും ചെക്കനും കാണിച്ചു കൊടുക്കാനുള്ള സമയങ്ങളും അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ അവസാനം എൻ്റെ കയ്യിലേക്ക് തന്നെ ഫോൺ എത്തി. ഫോൺ എത്തിയതും ആകെ ഒരു ചോദ്യമാണ് എപ്പോഴും എല്ലാ പ്രവാസിമാരും ചോദിക്കാറുള്ളത്. എന്ത് രസാല്ലേ, അവിടുന്ന് എന്തിനാ ഞാൻ പോകുന്നത്, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. നീ എന്തൊരു ഭാഗ്യവതിയാണ്, ഞാനിവിടെ ഒറ്റയ്ക്കാ, നിനക്ക് അവിടെ എല്ലാവരും ഉണ്ടല്ലോ. ആരൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും നീ ഉള്ളിടത്തോളം വരില്ലല്ലോ വേറെ ആരും. അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ അവൻ വൈകി പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒരു ചിരിച്ച ഭാവത്തോടെയാണ് ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തത്. പിന്നെ ഒരുമിച്ചുണ്ടായ നിമിഷങ്ങൾ നമ്മൾ പുറത്ത് പോയി ആസ്വദിക്കുക ചെയ്തത്. ഷോപ്പിംഗ് മാളിൽ പോയിട്ടും പാർക്കിൽ പോയിട്ടും അമ്പലങ്ങളിൽ പോയിട്ടും പിന്നെ നൈറ്റ് ഡ്രൈവ് മിസ്സാക്കാനും പറ്റില്ല.